ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്റെ ആഫ്രിക്കയിലൂടെയുള്ള യാത്രയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ അധിക വീടുകളിലും ഇതുപോലുള്ള ഒരു മൺപാത്രവും അതിനു തൊട്ടടുത്തായി ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയ പാത്രവും ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു കുഴലും പിന്നെ ഇതിൽ എന്തോ പാകം ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. സൂപ്പോ മറ്റോ ആയിരിക്കും ഇതിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കള്ള് നിർമ്മിക്കുകയാണ്, അതായത് വാറ്റ് നിർമ്മാണം. അതുകൊണ്ടാണ് ഇൻട്രോയിൽ ഞാൻ ഈ വീഡിയോ കണ്ട് ആരും അനുകരിക്കരുത് എന്ന് എഴുതിയത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പരിശോധിക്കാം. പ്രധാനമായും ഇവർ ഇതിൽ ഉപയോഗിക്കുന്നത് ഈ ഇലയാണ്. ഇത് ഉണക്കി പൊടിച്ച് പൗഡർ രൂപത്തിലാക്കുന്നു. അതുപോലെ ഗോതമ്പ് വെള്ളത്തിലിട്ട് ഇതുപോലെ മുളപ്പിച്ചെടുത്ത് അതും പൗഡർ രൂപത്തിലാക്കി ഇവ രണ്ടും ചേർത്ത് ഇതുപോലുള്ള വലിയ ഡ്രമ്മുകളിൽ വെള്ളത്തിലിട്ട് ഭദ്രമായി അടച്ചു വെക്കുന്നു. 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇതെടുത്ത് ഇതുപോലുള്ള മൺപാത്രത്തിലിട്ട് മൈദമാവ് കൊണ്ട് ഭദ്രമായി സീൽ ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ നല്ലവണ്ണം ചൂടാക്കുന്നു. ഇതിൽ നിന്നും വരുന്ന നീരാവി ദ്രാവക രൂപത്തിൽ ഈ കുഴൽ വഴി ഒരു ചെറിയ പാത്രത്തിൽ ശേഖരിക്കുന്നു. ഇവരുടെ ഭാഷയിൽ ഇവർ ഇതിനെ ആരേക്കെ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 75% ആൽക്കഹോൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ വീടുകളിൽ സർവ്വസാധാരണയായി ഇവർ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണിത്. തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി ഇവർ ഇത് വിൽപ്പന നടത്തുന്നു. നിങ്ങൾ ഇപ്പോൾ എന്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയ മാർക്കറ്റാണ്. റോഡിന്റെ 2 സൈഡിലും കാനുകളിലും കുപ്പികളിലുമായി പബ്ലിക്കായി ഇവർ വിൽപ്പന നടത്തുന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെ ആളുകൾ വന്ന് കുടിക്കുന്നു. എന്തൊരു ലോകം! യാത്രകളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ്. മറ്റൊരു പുതിയ കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം.